Welcome to my classroom, Design of Concrete Structures 2, CE 304 for Semester 6, K2 Civil Engineering students. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 4. Today's topic, domes. Module 4, domes. Definition of dome. നമുക്ക് ആദ്യം ഡോം എന്താന്ന് നോക്കാം. Dome may be defined as a thin shell generated by the revolution of a regular curve about one of its axes. ഡോമിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. മേ ബി ഡിഫൈൻഡ് ആസ് എ തിൻ ഷെൽ, ഒരു തിൻ ഷെൽ ജനറേറ്റഡ് ബൈ ദ റെവല്യൂഷൻ ഓഫ് എ റെഗുലർ കർവ് അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് ആക്സിസ് ആണ്. ശരിക്കും ദ ഷേപ്പ് ഓഫ് ദ ഡോം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് കർവ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റെവല്യൂഷൻ. ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റെവല്യൂഷനെയും ടൈപ്പ് ഓഫ് കർവിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡോമിന്റെ ഷേപ്പ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് സ്പെറിക്കൽ ഡോം ഉണ്ട്, കോണിക്കൽ ഡോം ഉണ്ട്, എലിപ്റ്റിക്കൽ ഡോം ഉണ്ട്. എന്താ നമുക്ക് സ്പെറിക്കൽ ഡോം, എന്താണ് കോണിക്കൽ ഡോം, എന്താണ് എലിപ്റ്റിക്കൽ ഡോം എന്ന് നോക്കാം. സ്പെറിക്കൽ ഡോം ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞു. വെൻ ദ സെഗ്മെന്റ് ഓഫ് എ സർക്കുലർ കർവ് റിവോൾവ്സ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ഡയമീറ്റർ. ഈ ഫിഗർ നോക്കണം, ഇതാണ് നമ്മുടെ ആക്സിസ് കാണിച്ചേക്കുന്നത്. സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആണ് നമ്മൾ ഈ വെർട്ടിക്കൽ ആക്സിസിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്പെറിക്കൽ ഡോം ആണ്. ഇതാണ് സ്പെറിക്കൽ ഡോം. ഞാൻ കുട്ടി ഫിഗർ ആണ് വരച്ചേക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് കോണിക്കൽ ഡോം. കോണിക്കൽ ഡോം എന്ന് പറയുമ്പോൾ നമ്മളൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും വെർട്ടിക്കൽ ആക്സിസിനെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫിഗർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിന്റെ ആക്സിസ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോണിക്കൽ ഡോം ആയിരിക്കും കിട്ടുന്നത്. ഇനി എലിപ്റ്റിക്കൽ കർവ് ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എലിപ്റ്റിക്കൽ ഡോം ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് സ്പെറിക്കൽ ഡോം, കോണിക്കൽ ഡോം ആൻഡ് എലിപ്റ്റിക്കൽ ഡോം. ഇനി ഇതിൽ മൂന്നിലും നമ്മൾ സ്പെറിക്കൽ ഡോം ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്പെറിക്കൽ ഡോം ആണ് മോർ കോമൺലി യൂസ്ഡ്. ഓക്കെ, ഇനി നമുക്ക് മെറ്റീരിയൽസിലേക്ക് മെറ്റീരിയൽസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. എവിടേക്കാണ് ഡോമിന്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന്. ഒരുപാട് സ്ട്രക്ചേഴ്സിൽ നമ്മൾ ഡോംസ് യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി റൂഫ് ഓഫ് എ സർക്കുലർ ഏരിയ, അതുപോലെ തന്നെ സർക്കുലർ ടാങ്കില്, ഹാങ്ങേഴ്സ്, അതുപോലെ തന്നെ എക്സിബിഷൻസ് ഹാള്, ഓഡിറ്റോറിയം, പ്ലാനറ്റോറിയംസിൽ, പിന്നെ ടാങ്കിന്റെ അതുപോലെ ബങ്കേഴ്സിന്റെ ഒക്കെ ബോട്ടമായിട്ട്, ഇതൊക്കെയായിട്ട് നമ്മൾ ഡോംസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഡോംസിന്റെ കൺസ്ട്രക്ഷൻ പറയുവാണ് എങ്കിൽ നമ്മൾ മേസണറിയിൽ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലില്, ടിമ്പറിൽ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിലും സിമെന്റ് കോൺക്രീറ്റിലും നമ്മൾ ഡോംസ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പഴയതെന്ന് പറയുന്ന സ്റ്റോൺ ആൻഡ് ബ്രിക്ക് ഡോംസ് ആർ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആർക്കിടെക്ചറൽ ഫോം ആയിരുന്നു. ഇതിൽ തന്നെ കോമൺ ആയിട്ട് വരുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഡോംസ് ആണ് കോമൺലി നൗഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാര്യം നമുക്ക് ലാർജ് സ്പാനിലേക്ക് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഡോംസ് പറ്റും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡോമിൽ തന്നെ നമുക്ക് സിലബസ് ആസ് പെർ നമ്മുടെ K2 സിലബസ് പ്രകാരം നമുക്ക് സ്പെറിക്കൽ ഡോമിന്റെയും കോണിക്കൽ ഡോമിന്റെയും ഡിസൈനും ആൻഡ് ഡീറ്റെയിലിംഗ് ആണ് നോക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് സ്പെറിക്കൽ ഡോമിനെ ഒന്ന് നോക്കാം. അതിൽ സ്ട്രെസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അതുവഴി നമുക്ക് അതിന്റെ ഡിസൈനിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് കോണിക്കൽ ഡോമും അതിന്റെ ഡിസൈനിലേക്കും പോവാം. ഓൾറൈറ്റ്, ഫസ്റ്റ് സ്പെറിക്കൽ ഡോം. നേച്ചർ ഓഫ് സ്ട്രെസ്സസ് ഇൻ സ്പെറിക്കൽ ഡോം നമുക്ക് നോക്കാം. എ സ്പെറിക്കൽ ഡോം മേ ബി ഇമാജിൻ ടു കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ റിംഗ്സ് പ്ലേസ്ഡ് വൺ ഓവർ ദ അതർ. ഓക്കെ, നമ്മളുടെ ഇതാണ് ഒരു സ്പെറിക്കൽ ഡോം കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഏറ്റവും അപ്പെക്സ് പോർഷൻ, ദിസ് ഇസ് ക്രൗൺ പോർഷൻ എന്ന് നമ്മൾ പറയും. അതായത് നമുക്ക് മേഡിയൻസും ഉണ്ട്, ലാറ്റിറ്റ്യൂഡും ഉണ്ട്. സർക്കിൾ എന്ന് പറഞ്ഞു, ഈച്ച് സർക്കിൾ. ഇതാണ് നമ്മളുടെ ഒരു സർക്കുലർ കാണിച്ചേക്കുന്നത്. ഇതിനെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്.
ക്രൗണിൽ നിന്ന് ഇങ്ങോട്ട് പോയേക്കുന്ന ഈ ഒരു ലൈൻസ് ഇല്ലേ, ഇതിനെയാണ് നമ്മൾ മേർഡിനൽ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്രൗൺ പോർഷനിലൂടെ ആയിരിക്കും മേർഡിയൻസ് എല്ലാം കവർ ചെയ്ത് പോകുന്നത്. ഈ ടോപ്പ് മോസ്റ്റ് പോർഷൻ ആണ് ക്രൗൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ മേർഡിനൽ സർക്കിൾ. അങ്ങനെ സ്പെറിക്കൽ ഡോമിന്റെ പാർട്ടുകളാണ്. ക്രൗൺ പോർഷൻ വരുന്നുണ്ട്, മേർഡിനൽ സർക്കിൾസ് വരുന്നുണ്ട്, ലാറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് 2 types of stresses ആണ് വരുന്നത്. 2 types of stresses are induced in a dome. First one is Merdinal thrust and hoop stress. Merdinal thrustum വരുന്നുണ്ട്, ഹൂപ്പ് സ്ട്രെസ്സും വരുന്നുണ്ട്. Merdinal thrust എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ along the direction of meridian ആയിരിക്കും. ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ along the latitude ആയിരിക്കും. ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കുക. ഇതാണ് നമ്മുടെ ഒരു സ്പെറിക്കൽ ഡോമിന്റെ ചിത്രം. ഇത് നമ്മൾ പറഞ്ഞു മേർഡിയൻസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇത് രണ്ടെണ്ണമേ വരച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളുടെ മേർഡിയൻസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് ലാറ്റിറ്റ്യൂഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ലാറ്റിറ്റ്യൂഡും ഇത് മേർഡിയനും. ഈ ഒരു ഫിഗർ നോക്കണമേ, ഇതാണ് നമ്മുടെ സ്പെറിക്കൽ ഡോം, ഇതാണ് നമ്മുടെ ക്രൗൺ പോർഷൻ വരുന്നത്. മേർഡിയൻസ് ദിസ് ഈസ് ലാറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു മേർഡിനൽ ത്രസ്റ്റ് ടി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഹൂപ്പ് സ്ട്രെസ്സിനെ അല്ലെ ഹൂപ്പ് ഫോഴ്സിനെ നമ്മൾ ഹെച്ച് എന്നാണ്, മേർഡിനൽ ഫോഴ്സിനെ നമ്മൾ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഹൂപ്പ് ഫോഴ്സ് അല്ലെ അതിനെ നമ്മൾ ക്യാപിറ്റൽ ഹെച്ച് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. മേർഡിനൽ ത്രസ്റ്റ് എലോങ് ദ ഡിറക്ഷൻ ഓഫ് മേർഡിയൻ ആണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ മേർഡിയൻസ്. ഇതാണ്, ഇതിനകത്ത് ഞാൻ ടിയും ഹെച്ചും കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഹൂപ്പ് സ്ട്രെസ് എലോങ് ദ ലാറ്റിറ്റ്യൂഡ് ആണ്. ഇതാണ് നമ്മളുടെ രണ്ട് സ്ട്രെസ്, മേർഡിനൽ സ്ട്രെസ്സും ഉണ്ട്, ഹൂപ്പ് സ്ട്രെസ്സും ഉണ്ട്. ഇനി നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് പോവാം. അനാലിസിസ് ഓഫ് സ്പെറിക്കൽ ഡോം. സ്പെറിക്കൽ ഡോമിന്റെ അനാലിസിസ് നമുക്ക് തിൻ ഒരു ഷെല്ലാണെന്ന് പറഞ്ഞു ഡോം എന്ന് പറയുന്നത്. ഓക്കെ, അനലൈസ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ സ്പെറിക്കൽ ഡോം ഓഫ് യൂണിഫോം തിക്നെസ്. 2 cases നമുക്കുണ്ട്. ഫസ്റ്റ് വൺ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും സെക്കൻഡ് വൺ ഈസ് കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ ക്രൗണും. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോൾ നമ്മളൊരു ഡോം കൺസിഡർ ചെയ്തു, സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡബ്ല്യു എന്ന് എടുത്തു, ഇൻക്ലൂസീവ് ഓഫ് ഇറ്റ്സ് ഓൺ വെയിറ്റ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഇതില് ഡോമിന്റെ തിക്നെസ് ആണ് സ്മോൾ ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് ഹിയർ. ആൻഡ് ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ ഡോം. ഇതാണ് നമ്മുടെ ഫിഗർ. സോ നമ്മൾ ക്രൗൺ പോർഷന് ദിസ്, ഓക്കെ, എ ബി നമ്മൾ ഓന്ന് സെന്റർ നമ്മൾ ഓന്ന് എടുത്തു. ഇതാണ് റേഡിയസ്, ക്യാപിറ്റൽ ആർ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് തിക്നെസ്, ഇതാണ് ഡോമിന്റെ തിക്നെസ് നമ്മൾ സ്മോൾ ടി ആയിട്ട് കൺസിഡർ ചെയ്തു. ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ, ഇതിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡോമിന്റെ, ദിസ് ഈസ് ക്രൗൺ തൊട്ട് ഇവിടം വരെ, ദിസ് ഈസ് റൈസ് പോർഷൻ എന്ന് പറയുന്നു. ഓക്കെ, റൈസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്കുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേർഡിനൽ ത്രസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹൂപ്പ് ഫോഴ്സും ഉണ്ട്, ക്യാപിറ്റൽ ടി ആൻഡ് ക്യാപിറ്റൽ എച്ച്. ഇതിൽ നിന്ന് ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സെമി സെൻട്രൽ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റേഡിയസ്, ക്യാപിറ്റൽ ആർ. സോ ഇക്വേഷൻ ഇങ്ങനെയാണ്, സബ്ജക്റ്റ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് എങ്കിൽ മേർഡിനൽ ഫോഴ്സ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. ഇനി സ്ട്രെസ് ആണ് എങ്കിൽ മേർഡിനൽ സ്ട്രെസ് ടി സ്ട്രെസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ബൈ സ്മോൾ ടി, വേർ സ്മോൾ ടി എന്ന് പറയുന്നത് തിക്നെസ് ആണ്, തിക്നെസ് ഓഫ് ദ ഡോം ആണ്. സോ നമ്മുടെ ഇക്വേഷൻ, സ്ട്രെസ്സിന്റെ ഇക്വേഷൻ വരുമ്പോൾ ഇങ്ങനെ വരും, ഡബ്ല്യു ആർ ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ, തീറ്റ ദിസ് ആംഗിൾ. ഓക്കെ, ഡബ്ല്യു യു ഡി എൽ പെർ യൂണിറ്റ് ഏരിയ. ഇനി നമ്മൾ ഹൂപ്പ് സ്ട്രെസ് ക്യാപിറ്റൽ ഹെച്ച് ആണ്, ഹൂപ്പ് ഫോഴ്സ് ക്യാപിറ്റൽ ഹെച്ച് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. ഇനി നമുക്ക് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ എച്ച് ബൈ സ്മോൾ ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ഡോം ആണ്. സോ ഡബ്ല്യു ആർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ സ്മോൾ ടി ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഹെച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് എങ്കിൽ, ഇഫ് ദ വാല്യൂ ഓഫ് ഹെച്ച് ഈസ് പോസിറ്റീവ്, ഹൂപ്പ് സ്ട്രെസ് ഈസ് കംപ്രസീവ് ആയിരിക്കും. ഓക്കെ, ഹെച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് എങ്കിൽ ഹൂപ്പ് ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രസീവ് ആയിരിക്കും, നെഗറ്റീവ് ആണ് എങ്കിൽ ടെൻസൈൽ ആയിരിക്കും. ഓക്കെ, ഇനി അറ്റ് ക്രൗൺ പോർഷനിൽ ദാറ്റ് മീൻസ് തീറ്റ ബിക്കംസ് 0. അറ്റ് ക്രൗൺ പോർഷനിൽ തീറ്റ ബിക്കം 0, ഹൂപ്പ് ഫോഴ്സ് ഈസ് മാക്സിമം ആയിരിക്കും. ഹെച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ക്യാപിറ്റൽ ആർ ബൈ 2, അത് കംപ്രസീവ് ഫോഴ്സ് ആണ്.
ഹൂപ്പ് സ്ട്രെസ് അറ്റ് ക്രൗൺ H is equal to സ്ട്രെസ് ആണ് എങ്കിൽ എന്ത് വരും ഡിവൈഡഡ് ബൈ T വരും. ദാറ്റ് മീൻസ് WR ഡിവൈഡഡ് ബൈ 2T കംപ്രസീവ് T where T എന്ന് പറഞ്ഞാൽ എന്താ തിക്നെസ് ഓഫ് ദ ഡോം. ക്ലിയർ? hoop stress value ഇനി decrease ചെയ്യുക. The hoop stress value will go on decreasing as theta increases. Theta എന്താവും? increase ചെയ്യും. That means till H becomes 0, okay, hoop stress will go on decreasing as theta increases till H becomes 0. After that H becomes എന്തായിരിക്കും? ടെൻസൈൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ പ്ലെയിൻ വേർ ദ ഹൂപ്പ് സ്ട്രെസ് ബിക്കം 0 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഹൂപ്പ് സ്ട്രെസ് 0, ദാറ്റ് മീൻസ് ഇക്വേറ്റ് ചെയ്യാം നമ്മുടെ ഇക്വേഷനായിട്ട് H ഈക്വൽ ടു 0. Hന്റെ ഇക്വേഷൻ എന്തായിരുന്നു? WR cos square theta plus cos theta minus 1 divided by 1 plus cos theta equating to 0. That means cross multiply ചെയ്യും. cos square theta എല്ലാം 0 ആയി പോവും. cos square theta plus cos theta minus 1 becomes 0. That means cos theta equal to 0.618. That means theta equal to 51 degree 49 minute and 38 seconds. Okay, theta നമുക്ക് അത്രയുമാണ് കിട്ടുന്നത്. When theta greater than 51.8, hoop force become negative. Negative means tensile. Clear? Theta equal to 51.8 or 51 degree 49 minute and 38 seconds. Okay. Hence, round the circle of latitude at which angle theta equal to 51 degree 49 minutes 38 seconds, the hoop stress is 0. For all portions of dome about this angle, hoop compression will be developed, while the portion below this plane, hoop tension will be developed, which will go on increasing further towards the base of the dome. Second case നോക്കാം. Domes, spherical domes subjected to concentrated load at crown. Okay, concentrated load at crown. ഇതാണ് ഫിഗർ. കോൺസെൻട്രേറ്റഡ് ലോഡ് നമ്മൾ W ആയിട്ട് എടുത്തു. Okay, it is developed at the crown portion, and this is theta and this is the radius. Stress developed in the spherical dome due to concentrated load W situated at the crown. Equation ഇങ്ങനെയാണ്. Merdinal force capital T, ഒരു പോർഷൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട് P എന്ന് പറയുന്നത്. സോ ദ മെർഡിനൽ ഫോഴ്സ് ക്യാപിറ്റൽ T അറ്റ് P ഈക്വൽ ടു ക്യാപിറ്റൽ T ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ 2 pi r sin square theta equation. Then hoop force capital H equal to minus W divided by 2 pi r sin square theta or minus W cosec square theta divided by 2 pi r. ഇനി സ്ട്രെസ് ആണെങ്കിൽ എന്തായിരിക്കും? ഹൂപ്പ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ H ബൈ സ്മോൾ t. ദാറ്റ് മീൻസ് മൈനസ് W ഡിവൈഡഡ് ബൈ 2 pi r t വരും ഇൻറ്റു cosec square theta. Okay, equation ഇങ്ങനെയാണ്. Here the hoop force is maximum at the crown. That means theta equal to 0. H becomes infinity. Therefore, any concentrated load should always be distributed over sufficient area to reduce the hoop stress at crown. It is also desirable to thicken the dome at the top to spread the load over great area. Hoop force decreases when theta increases. Hoop force is always negative, indicate the force is tensile. Clear? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് സ്പെറിക്കൽ ഡോമിന്റെ ഡിസൈൻ ഇനി നോക്കിയാൽ മതി. നെക്സ്റ്റ് നമ്മളിപ്പം UDL പറഞ്ഞു, അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറഞ്ഞു. നമ്മൾ ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കമ്പൈൻഡ് UDL ആൻഡ് പോയിന്റ് ലോഡ് വരുമ്പം എങ്ങനെയാണെന്ന് നോക്കാം. കമ്പൈൻഡ് പോയിന്റ് ലോഡ് ആൻഡ് UDL വരുമ്പം നമ്മൾ ആഡ് ചെയ്യണം. സ്ട്രെസ് ഡ്യൂ ടു പോയിന്റ് ലോഡ് അപ്ലൈഡ് അറ്റ് ദ ക്രൗണും ആൻഡ് ഷുഡ് ബി ആഡഡ് algebraically to the stress developed due to UDL ആൻഡ് സൾഫേറ്റ് ഓഫ് ദ ഡോം. അങ്ങനെയാണ് നമുക്ക് ഫൈനൽ സ്ട്രെസ് വാല്യൂ കിട്ടുന്നത്. ക്ലിയർ ആയോ? കമ്പൈൻഡ് UDLും പോയിന്റ് ലോഡും കൂടെ വരുമ്പോൾ നമ്മൾ സ്ട്രെസ് ഡ്യൂ ടു പോയിന്റ് ലോഡ് അതുപോലെ തന്നെ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു UDL ആൻഡ് സൾഫേറ്റ് ഓഫ് ദ ഡോമും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഫൈനൽ സ്ട്രെസ് കിട്ടുന്നത്. നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ടേബിൾ ഉണ്ട്. അതായത് തീറ്റ വാല്യൂവിന് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് തീറ്റ വരുമ്പോൾ നമ്മുടെ ഹൂപ്പ് സ്ട്രെസ്സും മെർഡിനൽ സ്ട്രെസ്സും ഡ്യൂ ടു UDL ആൻഡ് കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ ക്രൗൺ. അതായത് കമ്പൈൻഡ് ലോഡ് വരുമ്പോൾ തീറ്റ വേരി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഹൂപ്പ് സ്ട്രെസ്സും മെർഡിനൽ സ്ട്രെസ്സിന്റെയും വാല്യൂസും നമുക്കൊരു ടേബിൾ ഗിവൺ ആണ്. സി ഇൻ ദിസ് ടേബിൾ
ഈ ഒരു ടേബിളിൽ നമുക്ക് കംപ്രഷൻ ആൻഡ് ഫോർ ടെൻഷൻ, പോസിറ്റീവ് വാല്യൂ ഫോർ കംപ്രഷൻ ആൻഡ് നെഗറ്റീവ് വാല്യൂ ഫോർ ടെൻഷൻ, കമ്പൈൻഡ് UDL ആൻഡ് കോൺസെൻട്രേറ്റഡിന്റെ വാല്യൂസ് ആണ് കിടക്കുന്നത്. തീറ്റ നമുക്ക് 0, 5, 10, 20, 30 അങ്ങനെ പോയിട്ടുണ്ട്. 51.49 വരുന്നുണ്ട്, 100 അങ്ങനെ 180 വരെയുള്ള തീറ്റ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡബ്ല്യുവിന്റെയും W വാല്യൂ, ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് വാല്യൂ വരുമ്പോൾ ഉള്ള T വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ Tയും H വാല്യൂയും, അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ ഉള്ള Tയും H വാല്യൂയും നമുക്ക് ഇവിടെ ഗിവൺ ആണ് വാല്യൂസ്. സോ നമുക്ക് ഈ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് വാല്യൂസ് എടുത്താൽ മതി. തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പൈൻഡ് UDLും പോയിന്റ് ലോഡോട് വരുമ്പം ഉള്ള വാല്യൂസ് ആണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ വാല്യൂസ്? ഓക്കെ, ഇതാണ് കമ്പൈൻഡ് UDL ആൻഡ് പോയിന്റ് ലോഡ് വരുമ്പോൾ ഉള്ള അത്. ഇനി നമുക്ക് ഒരു കേസും കൂടെ ഉണ്ട്, വിൻഡ് ലോഡും കൂടെ വരുമ്പോൾ ഉള്ളത് നോക്കാം. സ്ട്രെസ്സസ് ഡ്യൂ ടു വിൻഡ് ലോഡ്. സ്ട്രെസ്സസ് ഡ്യൂ ടു വിൻഡ് ലോഡ് ആണ് നമ്മൾ നോക്കുന്നത്. സ്ട്രെസ്സസ് ഡ്യൂ ടു വിൻഡ് ലോഡ് വരുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ ലോഡ് ഓഫ് അബൌട്ട് 1 to 1.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 1000 to 1500 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഏത് കേസിൽ? വിൻഡ് ലോഡ് വരുന്ന കേസിൽ. ഇത്രയുമാണ് കേസസ് നമുക്കുള്ളത്. നമ്മൾ UDL നോക്കി, കോൺസെൻട്രേറ്റഡ് നോക്കി, കമ്പൈൻഡ് നോക്കി ആൻഡ് വിൻഡ് ലോഡ് നോക്കി. ഇനി നമുക്ക് ഡിസൈനിലേക്ക് പോവാം. ഡിസൈനിലേക്ക് പോകുമ്പോൾ നമുക്ക് RC ഡോമിന്റെ ഡിസൈനിൽ മിനിമം തിക്നെസ് നമ്മൾ 75 mm ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ മിനിമം സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് 0.15% ഓഫ് ദ സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, 0.15% ഓഫ് സെക്ഷണൽ ഏരിയ ആണ് മിനിമം സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ മിനിമം തിക്നെസ് 75 mm ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മളുടെ ഡോം. ഇവിടെ നമുക്ക് ഹൂപ്പ് ടെൻഷൻ വരുന്നുണ്ട്, ഹൂപ്പ് കംപ്രഷൻ വരുന്നുണ്ട്, മെർഡിനൽ സ്ട്രെസ് വരുന്നുണ്ട്. നമുക്ക് ബെൻഡി മൊമെന്റ്, ഷിയർ ഫോഴ്സ് ഒന്നും ഇവിടെ വരുന്നില്ല. കാരണം നമുക്ക് ഫോഴ്സസ് എല്ലാം ആക്സിയൽ ഫോഴ്സസ് ആയിട്ടായിരിക്കും നമുക്ക് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി ഇൻ ദ മിഡിൽ ഓഫ് ദ തിക്നെസ് ഓഫ് ദ ഡോം ഷെൽ. ഓക്കെ, നമ്മൾ ഈ അറ്റ് ദ ക്രൗൺ പോർഷൻ കണ്ടോ, അവിടെ നമുക്ക് ഈ മെർഡിനൽ സ്ട്രെസ് എല്ലാം കൂടെ വന്ന് മെർഡിനൽ റീഇൻഫോഴ്സ്മെന്റ് എല്ലാം കൂടെ വരുമ്പോൾ കൺജസ്റ്റഡ് ആവും. സോ നമ്മൾ ഈ ഒരു പോർഷനിൽ, ക്രൗൺ പോർഷന്റെ ചുറ്റുഭാഗം ഈ ഒരു പോർഷനിൽ നമ്മൾ മെഷ് റീഇൻഫോഴ്സ്മെന്റ് ആണ് പൊതുവെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അറ്റ് ദ ടോപ്പിൽ ഇവിടെ നമ്മൾ മെഷ് റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് മെർഡിനൽ സ്ട്രെസ്സിനും ഹൂപ്പ് സ്ട്രെസ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അല്ലാതെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അറ്റ് ദ ടോപ്പിൽ മാത്രം നമ്മൾ മെഷ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ബിക്കോസ് അതിവിടെ കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു കേസും കൂടെ ഉണ്ട്, റിംഗ് ബീം പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കേസ് വരുന്നത്. ആ റിംഗ് ബീം പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കേസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഹെമിസ്ഫിയർ, ഡോം നോട്ട് ഹെമിസ്ഫെറിക്കൽ ആണ് എങ്കിൽ ആണ് നമുക്ക് ഈ ഒരു കേസ് വരുന്നത്. ഇത് നോക്ക്, പക്ക ഹെമിസ്ഫെറിക്കൽ ആയിട്ടാണ് വരുന്നത്. സോ നമ്മുടെ സപ്പോർട്ടിംഗ് വോള് ഇതാ, ഇപ്പം മേ ബി ഒരു ചേർച്ചിന്റെ ഡോം ആവാം, അല്ലെ ഒരു സർക്കുലർ റൂമിന്റെ ഡോം ആവാം, എന്തുമായിക്കോട്ടെ, ഇതായിരിക്കും നമ്മുടെ സപ്പോർട്ടിംഗ് വോള് വരുന്നത്. ഇത് ശരിക്കും ഹെമിസ്ഫെറിക്കൽ ആണ് എങ്കിൽ ഇവിടെ വേർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ വരുള്ളൂ. നേരെ മറിച്ച് നോട്ട് എ ഹെമിസ്ഫിയർ, ഈ ഒരു കേസ് നോക്കൂ, ഈ ഒരു ഫിഗറിന്റെ കേസ് നോക്കുമ്പോൾ നോട്ട് എ ഹെമിസ്ഫിയർ ആണ്. സോ നമുക്ക് ഇവിടെ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ ആണ് വരുന്നത്. ഇത് കണ്ടോ, ഇത് സപ്പോർട്ടിംഗ് വോൾ ആണ്, ഇതും സപ്പോർട്ടിംഗ് വോൾ ആണ്. സോ നമുക്ക് ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്, ഇൻക്ലൈൻഡ് മെർഡിനൽ ത്രസ്റ്റ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ അതിന്റെ കമ്പോണന്റ് വരും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും വരും, ഒരു വേർട്ടിക്കൽ കമ്പോണന്റും വരും. ഈ വേർട്ടിക്കൽ കമ്പോണന്റ് വരുന്ന ലോഡ് നമ്മുടെ സപ്പോർട്ടിംഗ് വോൾ ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. ഇനി ഹൊറിസോണ്ടൽ വരുന്നത് ക്യാരി ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഇല്ല. സോ അപ്പൊ എന്താ വരുന്നത്, ഈ ഒരു സംഭവം വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സപ്പോർട്ടിംഗ് വോൾ ബേഴ്സ്റ്റ് ഔട്ട്വേർഡ് ആവും. ഇത് പുറത്തേക്ക് ഇങ്ങനെ തള്ളാൻ തോന്നും. സോ ഇതിനകത്തൊരു ഫെയിലിയർ ക്രിയേറ്റ് ചെയ്യും. അതായത് ദ ഇൻക്ലൈൻഡ് മെർഡിനൽ ത്രസ്റ്റ് അറ്റ് ദ സപ്പോർട്ട് വിൽ ഹാവ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിച്ച് വിൽ കോസ് ദ സപ്പോർട്ടിംഗ് വോൾ ടു ബേഴ്സ്റ്റ് ഔട്ട്വേർഡ്, കോസിംഗ് ഇറ്റ്സ് ഫെയിലിയർ. സോ ഈ ഒരു ഫെയിലിയർ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ, അതായത് ഡോമിന്റെ ബേസിലായിട്ട് നമ്മൾ സർക്കുലർ റിംഗ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഡോം വരുന്നത്. ഡോമിന്റെ ബേസ് പോർഷൻ വരുന്നത് ഇവിടെയാണ്. സോ നമ്മൾ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ സർക്കുലർ
സർക്കുലർ ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ സർക്കുലർ റിങ്ങിന്റെ ഒരു പ്ലാൻ ആയിട്ട്. സി, ഇതാണ് സെക്ഷൻ കാണിച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഡോം ആണ്, തിക്നെസ് ആണ് ഈ ഞാനിങ്ങനെ കാണിച്ചേക്കുന്നത് തിക്നെസ് ആയിട്ട്. ഇതാണ് നമ്മുടെ സർക്കുലർ റിംഗ് ബീം വരുന്നത്. ദിസ് ഈസ് സപ്പോർട്ടിംഗ് വോൾ. ഇതാണ് നമ്മുടെ സപ്പോർട്ടിംഗ് വോൾ വരുന്നത്. ഇതാണ് അതിന്റെ പ്ലാൻ ആയിട്ട്. ഓക്കെ, ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഫെയിലർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ റിംഗ് ബീം പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റ് ദ ബേസ് ഓഫ് ദ ഡോം, വിച്ച് ഈസ് ഡിസൈൻഡ് ടു ടേക്ക് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദ സർക്കുലർ റിംഗ് ബീം വിൽ ബി സബ്ജക്റ്റഡ് ടു ഹൂപ്പ് ടെൻഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓൺലി വെർട്ടിക്കൽ റിയാക്ഷൻ ടു ദ സപ്പോർട്ടിംഗ് വോൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡോം ആണ് നോക്കിയത്. സ്പെറിക്കൽ ഡോമും കോണിക്കലും ഉണ്ട്. അതിൽ സ്പെറിക്കലിന്റെ മാത്രമാണ് നമ്മളിപ്പം നോക്കി വന്നത്. അതിന്റെ ഡിസൈൻ കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഡിസൈൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഹാവ് എ നൈസ് ഡേ.